നമ്മളിപ്പോൾ തോളി കൈയിട്ട് ചങ്കേ കരളേ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്നവനെ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ തന്നെ പറയും യാ വൈലത ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല. അവിടെ കടന്നുകൊണ്ട് പറയും, പടച്ചവനെ, എൻ്റെ നാശമേ, എടാ നിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ, നിന്നെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നിരുന്നെങ്കിൽ പടച്ചവനെ, അള്ളാഹുവെ, ഞാൻ രക്ഷപ്പെട്ടു പോയേനെ എന്ന് നാളെ പരലോകത്ത് കിടന്ന് വിലപിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊരുപാട് ഫ്രണ്ട്സുകളുണ്ട്. നിന്നെ ആദ്യമായിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ? നിന്റെ കൂട്ടുകാരനല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരാളും ആദ്യമായിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഒന്ന് പുകച്ചു നോക്കടാ, ഈ കുറ്റി വീഡിയോ ഒന്ന് വലിച്ചു നോക്കിക്കേ, എടാ ഒന്ന് വലിച്ചു നോക്കടാ, ഒരു രസവാടാ. അവനല്ലേ വീഡിയോ വലിക്കാൻ പഠിപ്പിച്ചേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചു. പിന്നെ പടച്ചവൻ ഇപ്പോൾ വലിച്ച് കഞ്ചാവ് വരെ വലിക്കുന്ന അവസ്ഥയെത്തി നമ്മൾ. എടാ പള്ളിക്ക് നിസ്കരിക്കും, ആടാ വാ നമുക്ക് പോകാം, ഇവിടെ പോകാം, ഫുട്ബോൾ കളിയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളെ നോക്കിക്കേ. അവൾക്ക് പ്രണയമില്ല, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചൊരു പെൺകുട്ടിയാ. കൂട്ടുകാരി പറഞ്ഞു, എടി ആരെങ്കിലും വരുന്നോ എന്നൊന്ന് നോക്കണേ, ഞാൻ എൻ്റെ ചങ്ങാതിയോടൊന്ന് സംസാരിക്കട്ടെ. കാവല് നിൽക്കും. അങ്ങനെ നിന്ന് അവളും പെട്ടുപോയി. കൂട്ടുകാരാടോ പിഴപ്പിച്ച്. അതുകൊണ്ടാ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞത്. നല്ല ചങ്ങാതിമാരാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് കൂട്ടുകാരുണ്ടോ? നമുക്ക് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വാപ്പായും മൊബൈലിൽ വെച്ച് ചാറ്റിക്കൊണ്ടിരിക്കുക കൂട്ടുകാരെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.